നമസ്കാരം. പ്രധാന വാർത്തകൾ. തലപ്പത്ത് സൂര്യകാന്ത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റു. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സ്ഥാനമേറ്റെടുത്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ അമിത്ഷായും രാജ്നാഥ് സിംഗും ചടങ്ങിലെത്തി. ഹരിയാനയിലെ ഹിസ്വാർ സ്വദേശിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേരളത്തിലെ SIR അടക്കം പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിലാണ്. നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ബോളിവുഡ് ഇതിഹാസം നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു. അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ധർമ്മേന്ദ്രയുടെ വസതിയിലെത്തി. മരണം സ്ഥിരീകരിച്ച് സംവിധായകൻ കരൺ ജോഹർ ട്വീറ്റ് ചെയ്തു. എന്നാൽ കുടുംബം ഇതുവരെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നടി ഹേമ മാലിനിയാണ് ഭാര്യ. നടന്മാരായ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, ഇഷ ഡിയോൾ, അഹാന ഡിയോൾ, അജീത, വിജേത എന്നിവരാണ് മക്കൾ. 2012 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. LDFുമായുള്ള ബന്ധം അവസാനിച്ചു. തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബം. ഉടമ്പടി പ്രകാരം LDFുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് തൃശൂർ മേയർ MK വർഗീസ്. സ്വന്തം ഡിവിഷനിൽ ആര് ജയിക്കണമെന്ന ചോദ്യത്തിന് തന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമെന്ന് MK വർഗീസിന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും മേയർ സൂചന നൽകി. അപ്പുറത്തും ഇപ്പുറത്തും 24 പേരായപ്പോൾ താൻ നിർണ്ണയിക്കും ആര് മേയറാകുമെന്ന്. അങ്ങനെ സാഹചര്യം വന്നുപോയതാണെന്ന് MK വർഗീസ് പറഞ്ഞു. താൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും നാടിന് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ഭരണം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാൽ മാത്രമേ താൻ ആഗ്രഹിക്കുന്നത് പോലെ വികസനം എത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നതെന്ന് MK വർഗീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. പുതിയ കേരളത്തിനായി പുതിയ പദ്ധതികൾ, ക്ഷേമം, നയപരമായ മുന്നേറ്റം, അധികാരം അടിത്തട്ടിലേക്ക് എന്നീ 4 പ്രധാന മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് VD സതീശൻ പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി UDF സർക്കാർ കൊണ്ടുവന്ന ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടമായ ആശ്രയ 2.0 ആരംഭിക്കും. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ ദാരിദ്ര്യം ലഘൂകരിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകൾ നിർമ്മിക്കും. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വീട് വാടകയ്ക്കെടുത്ത് നൽകും. ഭവന പദ്ധതി ഗുണഭോക്താക്കളെ ഗ്രാമസഭകൾ വഴി പ്രാദേശികമായി കണ്ടെത്തും. തദ്ദേശ റോഡുകൾ സ്മാർട്ടാക്കും. 48 മണിക്കൂറിനുള്ളിൽ റോഡിലെ കുഴികൾ നികത്താൻ എമർജൻസി ടീമിനെ സജ്ജമാക്കും. നഗരങ്ങളിലെ വെള്ളക്കെട്ട് തടയാൻ ഓപ്പറേഷൻ അനന്ത മോഡൽ നടപ്പിലാക്കും. തെരുവുനായ പ്രശ്നങ്ങളിൽ നിന്നും ശാശ്വത പരിഹാരം കാണും. റാബീസ് പിടിപെട്ട തെരുവുനായ്ക്കളെ ഇല്ലായ്മ ചെയ്യും. ആശാവർക്കർമാർക്ക് 200 രൂപ പ്രത്യേക പ്രതിമാസ അലവൻസ് നൽകും. സംസ്ഥാനത്തെ എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിത വികസന ഫണ്ട് നൽകുമെന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു. ജില്ലാ പഞ്ചായത്ത് തോമാട്ടുചാൽ ഡിവിഷനിലേക്ക് മത്സരിക്കാനായിരുന്നു പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് അനുനയ നീക്കം നടത്തിയിരുന്നു. ജഷീർ പള്ളിവയൽ DCC ഓഫീസിലെത്തി ചർച്ച നടത്തി. നേതാക്കൾ ഇടപെട്ടതോടെയാണ് പിന്മാറ്റം. കോൺഗ്രസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ജഷീർ പള്ളിവയൽ രംഗത്തെത്തിയിരുന്നു. അടിത്തട്ടിലിറങ്ങി പണിയെടുക്കുന്നവർ ശത്രുക്കളാവുമെന്നാണ് പോസ്റ്റിലെ വിമർശനം. മേൽത്തട്ടിലിരുന്ന് കൈവീശി കാണിക്കുന്ന രാഷ്ട്രീയമാണ് ഉചിതമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് N വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത്. വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോടതിയിൽ നിന്ന് വാസുവിനെ ഇറക്കുന്ന സമയത്തായിരുന്നു പ്രതിഷേധം. വിലങ്ങില്ലാതെയാണ് വാസുവിനെ കോടതിയിലെത്തിച്ചത്. ബണ്ടിച്ചോറിനെ വിട്ടയച്ചു. സംശയാസ്പദമായി ഒന്നുമില്ലെന്ന് റെയിൽവേ പോലീസ്. കൊച്ചിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിനെ വിട്ടയച്ചു. സംശയാസ്പദമായി ഒന്നുമില്ലെന്നും അതിനാലാണ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതെന്നും എറണാകുളം സൗത്ത് റെയിൽവേ പോലീസ് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഡ്വക്കേറ്റ് BA ആളൂരിന്റെ ഓഫീസിലേക്കാണ് ബണ്ടിച്ചോർ പോയത്. ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ബണ്ടിച്ചോറിനെ ഇന്ന് വൈകിട്ടോടെയാണ് വിട്ടയച്ചത്. കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ ആളൂരിനെ കാണാനാണ് കൊച്ചിയിൽ എത്തിയതെന്നാണ് കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോർ പോലീസിനോട് പറഞ്ഞത്. ആളൂർ അന്തരിച്ച വിവരം എറണാകുളത്ത് എത്തിയ ശേഷമാണ് അറിഞ്ഞതെന്നാണ് ബണ്ടിച്ചോർ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നുവെന്നും ദേവേന്ദ്ര സിംഗ് എന്ന ബണ്ടിച്ചോർ പറഞ്ഞു. ആഡംബര കാറിന് വേണ്ടി തർക്കം. അച്ഛൻ കമ്പപ്പാര കൊണ്ട് തലക്കടിച്ചു. മകൻ മരിച്ചു.
ചികിത്സയിൽ കഴിയുന്നതിനിടെ ഹൃദിക്കാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ആഡംബര കാർ വാങ്ങുന്നതിനായി പണം ആവശ്യപ്പെട്ട മകൻ അച്ഛനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പ്രകോപിതനായ അച്ഛൻ മകനെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചു. സംഭവത്തിൽ ഹൃദിക്കിന്റെ അച്ഛൻ വിനയാനന്ദനെ വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മകൻ മരിച്ചതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ വിനയാനന്ദനെതിരെ ചുമത്തും. കഴിഞ്ഞ മാസം 9-നായിരുന്നു സംഭവം. ഹൃദിക്കിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മകൻ ലക്ഷങ്ങൾ വില വരുന്ന ആഡംബര കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ഫ്ലൈ ഓവറിൽ നിന്ന് മറിഞ്ഞു. 4 പേർക്ക് ദാരുണാന്ത്യം. കർണാടകയിലെ മാലൂർ താലൂക്കിലെ അബ്ബനഹള്ളി ഗ്രാമത്തിൽ പുലർച്ചെ 2:15-നും 2:30-നും ഇടയിലാണ് അപകടം നടന്നത്. 4 പേരും സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറഞ്ഞു. ശബരിമലയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇവർ. ഡ്രൈവർ അമിത വേഗതയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം കുടുംബങ്ങൾക്ക് വിട്ടു നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. സർക്കാർ നടപടിയെടുത്താൽ പാർട്ടിയും കൂടുതൽ നടപടിയെടുക്കും. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്ന സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണെന്നും സർക്കാർ വിശദമായ പരിശോധന നടത്തി നടപടിയെടുത്താൽ പാർട്ടിയും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സർക്കാർ പരിശോധിച്ച് നടപടിയെടുക്കണം. ശബ്ദരേഖയല്ല, വ്യക്തമായ നടപടിയാണ് വേണ്ടത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായാൽ മാത്രമേ പുറത്താക്കലിനെക്കുറിച്ച് പാർട്ടിക്ക് ചിന്തിക്കാനാകൂ എന്നും കെ മുരളീധരൻ പറഞ്ഞു.